നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വെള്ളറടയിൽ 108 ആംബുലൻസിന്റെ സേവനം ലഭിക്കാതെ വന്നതോടെ രോഗി മരിച്ചതായി പരാതി. വെള്ളറട സ്വദേശിയായ ആൻസിയാണ് മരിച്ചത്. കടുത്ത പനിയെ തുടർന്ന് വെള്ളറട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് ആംബുലൻസ് വിളിച്ചത്. എന്നാൽ കുരിശുമല സ്പെഷ്യൽ ഡ്യൂട്ടി ചൂണ്ടിക്കാട്ടി ആംബുലൻസ് വിട്ടു നൽകിയില്ലെന്ന് ആൻസിയുടെ ബന്ധുക്കൾ പറയുന്നുണ്ട്. ആംബുലൻസിനായി 1.5 മണിക്കൂർ കാത്തുനിന്നെന്നും പരാതി ഉന്നയിക്കുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റ് അളവടക്കം കുറഞ്ഞ സ്ഥിതിയിലായ രോഗിയെ മാറ്റാൻ ഓക്സിജൻ സൗകര്യമുള്ള ആംബുലൻസ് ആവശ്യമുള്ളതിനാലും സാമ്പത്തികമായി പിന്നോക്കമുള്ള രോഗിയായതിനാലുമാണ് 108നെ വിളിച്ചത്. എന്നാൽ കുരിശുമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കൊണ്ട് ആംബുലൻസ് വിട്ടുതരാൻ കഴിയില്ലെന്നാണ് 108 അധികൃതർ നൽകിയ മറുപടി. 1.5 മണിക്കൂറിന് ശേഷം ഓക്സിജൻ ഇല്ലാത്ത സ്വകാര്യ ആംബുലൻസിലാണ് രോഗിയെ കൊണ്ടുപോകാൻ സാധിച്ചത്. എന്നാൽ യാത്രക്കിടെ നെയ്യാറ്റിൻകരയിൽ എത്തിയപ്പോൾ ആൻസി മരിക്കുകയായിരുന്നു. ഇതിനിടെ ആംബുലൻസ് സേവനം ലഭ്യമല്ലെന്ന് പറയുന്നതിന്റെ ഓഡിയോ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. വെള്ളറട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആനി പ്രസാദ് 108 ആംബുലൻസിന്റെ കസ്റ്റമർ കെയർ സെന്ററിലേക്ക് വിളിച്ചതിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. കുരിശുമല തീർത്ഥാടനം പ്രമാണിച്ച് സ്പെഷ്യൽ ഡ്യൂട്ടി ഉള്ളതിനാൽ ആശുപത്രിയിലേക്കുള്ള ആംബുലൻസ് വിട്ടു നൽകാനാകില്ലെന്നാണ് കസ്റ്റമർ കെയർ സെന്ററിൽ നിന്ന് അറിയിച്ചത്. ആശുപത്രിയിൽ വെറുതെ കിടക്കുന്ന ആംബുലൻസ് രോഗിക്ക് വേണ്ടി വിട്ടു നൽകുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് മെമ്പർ ചോദിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ നിർദ്ദേശപ്രകാരം ആംബുലൻസ് ഇട്ടിരിക്കുകയാണെന്നാണ് ജീവനക്കാർ പറയുന്നത്. ആൻസിയോടൊപ്പം കാഴ്ചപരിമിതിയുള്ള ഭർത്താവ് മാത്രമായിരുന്നു കൂട്ടിനുണ്ടായിരുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആശുപത്രിയിലേക്ക് പോകാൻ 108 ആംബുലൻസ് മാത്രമായിരുന്നു ആശ്രയം. ഇതിന് പിന്നാലെ വീണ്ടും 108ൽ വിളിച്ചപ്പോൾ സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു 108ൽ നിന്നുള്ള പ്രതികരണം.